ചാച്ചനും അമ്മായിക്കുമേകിയ നന്മകൾക്കായി നന്ദി ദൈവമേ. നല്ല ബുദ്ധിയും ശക്തിയും ദീർഘായുസ്സുമേകിയ ദൈവമേ. കഷ്ടകാലങ്ങളും ദുരിതങ്ങളും നല്ല കാലങ്ങളുമേകിയ ദൈവമേ. നന്ദി ദൈവമേ, നല്ല ദൈവമേ. ചാച്ചനും അമ്മായിക്കുമേകിയ നന്മകൾക്കായി നന്ദി ദൈവമേ. ജീവിത 103 വയസ്സുള്ള പാപ്പച്ചൻ ചേട്ടനും 97 വയസ്സുള്ള ക്ലാരമ്മ ചേച്ചിക്കും മക്കളും കൊച്ചുമക്കളുമായി 87 പേരുണ്ട്. അവരെല്ലാം പ്രിയപ്പെട്ട ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും 81ാം വിവാഹ വാർഷികത്തിൽ നാങ്കുതൊട്ടിയിൽ ഒത്തുകൂടി. ഇരട്ടയാറിലെ ആദ്യകാല കേരള കോൺഗ്രസ് നേതാവിന് ആശംസകൾ അർപ്പിക്കാൻ ജില്ലയിലെ പ്രമുഖ നേതാക്കളും എത്തിച്ചേർന്നിരുന്നു. പാപ്പച്ചൻ ചേട്ടന്റെ ജീവിത ചരിത്രം പറയുന്ന മാർഗദർശി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ നിർവഹിച്ചു. വർഷക്കാലം ജീവിച്ച ആ അമ്മച്ചിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ സമൂഹത്ത് നമുക്കിതൊരു മാതൃകയാവണം, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊരു മാതൃകയാവണം. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്ന എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു പാപ്പച്ചൻ ചേട്ടൻ. അന്ന് കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിരുന്നു എൻ്റെ പിതാവും പാപ്പച്ചൻ ചേട്ടനും. കേരള കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി കൂടുന്ന മിക്കവാറും എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു, ഭവനത്തിൽ വെച്ചായിരുന്നു. ഈ കമ്മിറ്റികളിൽ വരുമ്പോൾ മാത്രമല്ല, ആഴ്ചയിലെ ഒരു 2-3 ദിവസമെങ്കിലും പാപ്പച്ചൻ ചേട്ടനും എൻ്റെ വീട്ടിൽ വരികയും പിതാവുമായി രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല, നാട്ടിൻ്റെ വികസന കാര്യങ്ങൾ, നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ വരെ ഇവർ ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. KSCയിലും യൂത്ത് ഫ്രണ്ടിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്നെ ആദ്യമായി പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി ആകുന്നത് പാപ്പച്ചൻ ചേട്ടനാണ്. 1978 എൻ്റെ പിതാവ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പാപ്പച്ചൻ ചേട്ടനായിരുന്നു മണ്ഡലം പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി 10-20 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് എന്നെ അദ്ദേഹം ആക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം കാണിച്ച മാതൃകയുമാണ് വാസ്തവത്തിൽ എന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കുവാനും ആ രംഗത്ത് പ്രവർത്തിക്കുവാനും ആ രംഗത്ത് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനും എനിക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. ഇന്ന് കാണുന്ന ഇരട്ടിയാറ്റിലെല്ലാം തന്നെയുണ്ട്. സ്കൂളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, വാഹന സൗകര്യമുണ്ട്, ടാറിട്ട റോഡുകളുണ്ട്. വികസനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇരട്ടിയാർ പഞ്ചായത്തിന് പുരോഗതിയിലേക്ക് നടന്നു കയറിയിട്ടുണ്ട്. പക്ഷേ കുടിയേറ്റക്കാലത്തെ ഒരു ചരിത്രം ഇങ്ങനെ ആയിരുന്നില്ല. ഈ കാണുന്ന ഇരട്ടിയാറിനെ ഇങ്ങനെ ആക്കി തീർക്കുവാൻ കഴിഞ്ഞ തലമുറയിലെ പിതാക്കന്മാർ ചെയ്തിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും ക്ലേശങ്ങളും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തലത്തിൽ വർണ്ണനാതീതമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തിരുവിതാംകൂറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കുടിയേറിപ്പാർത്ത കൃഷിക്കാർ അധ്വാനിക്കാൻ എടുത്തുകൊണ്ട് ഭൂമിയും അന്തിക്കതിൽ കേടക്കിറക്കാൻ ഒരു കൊച്ചു കൂരയും മാത്രം സ്വപ്നം കണ്ട് ഈ പ്രദേശത്തേക്ക് കുടിയേറിപ്പാർത്ത കൃഷിക്കാർ അവരനുഭവിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും, കാട്ടാനയോടും കാട്ടുപോത്തിനോടും പടവെട്ടി, മലമ്പാമ്പിനോടും മലമ്പനിയോടും മല്ലടിച്ച് ഒരു നേരത്തെ ആഹാരത്തിനായി അധ്വാനം ചെയ്ത കൃഷിക്കാർ അവരുടെ അത്യുത്ഥാനമാണ് ചോര നീരാക്കി അവർ പണിയെടുത്തതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന കാനാൻ ദേശമുണ്ടായത്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഏറ്റവും മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുത്തൊരു മഹാനായ വ്യക്തിയാണ് ശ്രീമാൻ പൗത്ത് പാപ്പച്ചൻ ചേട്ടൻ. അദ്ദേഹത്തോടൊപ്പം ഞാൻ സ്മരിക്കുന്നു ശ്രീമാൻ KP മാധവൻ. തുളസിപ്പാറയിൽ താമസിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ശ്രീമാൻ KP മാധവൻ, ബഹുമാന്യനായ ഏറ്റവും അന്തരിച്ച കാവിൽപ്പേടൻ സാറ്, കടവുമാക്കൽ അന്തോണിച്ചേട്ടൻ, എൻ്റെ പിതാവ് PD ജോസഫ്, അതുപ്പള്ളി കുട്ടപ്പൻ ചേട്ടൻ,
പുളിക്കൽ കറിയാച്ചേട്ടൻ, കണ്ണുമുടിയിൽ പാപ്പച്ചൻ ചേട്ടൻ, ഇങ്ങനെയുള്ള പഴയ തലമുറയിലെ കാരണവന്മാരുടെ എത്രയോ വലിയ കഷ്ടപ്പാടാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം ഇന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പടി എന്ന് പറയുന്ന ഭാഗത്ത് കദമ്പിയിൽക്കാരുടെ കെട്ടിടത്തിൽ അന്ന് വാടകയ്ക്കാണ് നമ്മുടെ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുള്ളത്. ആ പഞ്ചായത്തിൻ്റെ തിണ്ണയിൽ നിന്ന് അന്ന് എനിക്കും അറിയാവുന്ന പൊതുപ്രവർത്തകരാണ് പ്രഭുത്വ ബാബുചേട്ടനും അതുപോലെ കൗപ്പിയുടെ സാറും. രണ്ടുപേരും അവരെ ഇടയ്ക്കിടയ്ക്ക് മുറുക്കുക ഉള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് അടുത്ത മാടക്കട റോഡ് ക്രോസ് ചെയ്ത് അടുത്ത മാടക്കടയിലേക്ക് പോകാൻ വരുമ്പോഴത്തേന് എന്നെ കണ്ടു. ഉടനെ കൗപ്പിയുടെ സാർ എന്നെ വിളിക്കുന്നത് മോനാച്ചാന്ന്. മോനാച്ച എന്നാടാ കാര്യം, നീ ജോലിയൊക്കെ ഒന്നായോ? ഞാൻ പറഞ്ഞു ജോലിക്കുള്ള സമയം എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഇവിടെ തന്നെ ഈ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമുണ്ട്. അതിനൊരു കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ കട്ടപ്പനയ്ക്ക് പോവുകയാണ്. കാരണം അന്ന് കട്ടപ്പന ഒരു ഗവൺമെൻറ് ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. അത് വളരെ കാര്യമുള്ള കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉണ്ടല്ലോ, പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ വലിയ അധികാരമൊക്കെ ഉള്ള ആളാണ്. പുള്ളിയെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എഴുതിച്ചാൽ അതുപോലെ. അപ്പം പാപ്പച്ചേട്ടനും പറഞ്ഞു നീ അവിടെ നിന്നില്ലേ, ഞങ്ങൾ മുറുക്കുന്ന താമസമുള്ളൂ. രണ്ടുപേരും മുറുക്കാൻ വായിലിട്ടുടനെ തന്നെ എന്നെയും കൂട്ടിക്കൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നത്തെ സുകുമാരൻ നായർ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിട്ട് പറഞ്ഞു ഇത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ BA കാരൻ ഒരു തൊഴിലിന് ഉള്ള അപേക്ഷ അയച്ചു. അതിന് ഇൻ്റർവ്യൂവിന് കത്ത് വന്നിട്ടുണ്ട്, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടണം. സാറൊരു കാര്യം ചെയ്തു, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ചെയ്തു. അപ്പം പുള്ളി സ്വസ്ഥമായ അറിവ് കൊണ്ട് പുള്ളി പറഞ്ഞു ഞാൻ കൊടുത്താൽ മതിയാകുമെന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം അത് ഗസറ്റർ ഓഫീസർ കൊടുക്കണ്ടേ. അതല്ല സാർ, നിങ്ങളങ്ങോട്ട് കൊടുക്കുക, അത് പോരായിയുണ്ട് പിന്നീട് പരിഹരിക്കാം. ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഇത്രമാത്രം ചെറിയ ലോകത്ത് ജീവിക്കുന്ന ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രവർത്തകരെ ഇത്ര പ്രായോഗികത പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ തിരിച്ചുപോയി. എന്തിന് ആ സർട്ടിഫിക്കറ്റും മറ്റു സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ഞാൻ എൻ്റെ ഭാവി കരിപ്പിടിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ഇരട്ടയാർ പഞ്ചായത്ത് രൂപീകരണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആ പഞ്ചായത്ത് അഭിമുഖീകരിക്കേണ്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ നാട്ടിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഡാം നിർമ്മിക്കുന്നതിനനുസരിച്ചുള്ള കുടിയിറക്ക്. ആ കുടിയിറക്ക് പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. അത് മറികടക്കാൻ വേണ്ടി അന്നത്തെ പൊതുപ്രവർത്തകരായിരുന്ന വിശേഷിച്ച് പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന കാവ്യയുടെ സാറും പൗത്ത് പാപ്പഞ്ചേട്ടനുമൊക്കെ ഉപയോഗിച്ചിരുന്ന ബുദ്ധി അന്നത്തെ ഒരു ചെറുപ്പക്കാരൻ നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പുതിയ പുതിയ വീടുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ ആ വീടുകൾക്ക് നമ്പർ കൊടുത്തുകൊണ്ട് ഉടനെ തന്നെ പഞ്ചായത്ത് രേഖകൾ നമ്പർ കൊടുത്ത് വീടുകളുടെ എണ്ണം പഞ്ചായത്ത് കൂട്ടുന്നൊരു പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ സംഘടിക്കുന്ന പള്ളി, SNDPO ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയും റെക്കോർഡിൽ വന്നിരിക്കുന്ന ആളുകളെ മുഴുവനും നമ്മുടെ പ്രദേശത്ത് താമസക്കാരാക്കി വീടിൻ്റെ നമ്പർ കൊടുത്ത് പഞ്ചായത്തിലെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് അവർക്ക് പിന്നീടുണ്ടാകാവുന്ന നഷ്ടപരിഹാരത്തുക കിട്ടത്തിനാണ്. കാരണം വസ്തുക്കൾക്ക് റെക്കോർഡുകളൊന്നും പട്ടയമില്ല. അപ്പോൾ ആകെ കൂടിയൊരു രേഖയെന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന രേഖയാണ്. അത് അവരെ പഞ്ചായത്ത് രേഖ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് വീട്ടിൽ നമ്പർ വേണം. ആ നമ്പറുകൾ കൊടുക്കത്തക്ക രീതിയിൽ ഉള്ള വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയ പ്രമുഖമായ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും യഥാർത്ഥത്തിൽ പാപ്പഞ്ചേട്ടനും പൗത്ത് പാപ്പഞ്ചേട്ടനും അതുപോലെ കൗപ്പിയുടെ സാറും. ഞങ്ങളിവിടെ 1962 മെയ് മാസം 8-ാം തീയതി ഇവിടെ വന്നതാണ്. ഞങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അന്ന് മുതൽ പാപ്പൻചേട്ടൻ ഞങ്ങളുമായിട്ട് ഏറ്റവും വലിയൊരു സുഹൃത്തായിരുന്നു. പാപ്പൻചേട്ടൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എൻ്റെ ഭർത്താവും കടുമാക്കൽ അന്തോണി ചേട്ടനും കാൽപ്പേരയുടെ സാറുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അവർ 4 പേരുമായിരുന്നു എപ്പോഴും കമ്പനിയായിട്ട് നടന്ന് ഓരോ കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇവിടെ വരും. ഞാൻ സിറ്റിയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരിവിടെ വരും, വന്ന് അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒന്നും മുറുക്കും, ഒരു കടുങ്കാപ്പിയും പിടിക്കും. അതാണ് എന്നും പതിവ്. അതായിരിക്കും മിക്കവാറും അന്നത്തെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് അല്ലേ? അതെ. 1970 മുതൽ ഇവിടെ കുടിയിറക്ക് ഭീഷണിയാണ്. ഈ കർഷകർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി രാത്രിയും പകലും ഒരുപോലെ നേതാക്കന്മാരെ കണ്ടും അവരുടെ കാര്യങ്ങൾ പറഞ്ഞും ബോധിപ്പിച്ചും ഇവിടെ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പാപ്പൻചേട്ടൻ.